സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഈഗിൾ ഗെയിമിൻ്റെ വണ്ടി ഒന്ന് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ സബ്സ്ക്രൈബർ മച്ചാൻ പറഞ്ഞു ഈഗിൾ ഗെയിമിൻ്റെ വണ്ടി ഒന്ന് സെറ്റ് ചെയ്യുക, ഈഗിൾ ഗെയിമിങ്ങിൻ്റെ വണ്ടി ഒന്ന് സെറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ BMW എടുത്തിട്ടുണ്ട് നമ്മളാ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരും ഇപ്പോൾ ലൈക്ക് സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ല. പെട്ടെന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യും. നമ്മളിപ്പോൾ ഇത് ഫ്ലൈ സ്കൂഡിലായിരുന്നു അത് മാറ്റി ഞാൻ റെഡാക്കി ഇട്ടാണ്. കുറച്ച് ദിവസം കൊണ്ട് റെഡായി കിടക്കുകയാണ്. അപ്പോൾ എന്തായാലും നോക്കി ഈഗിൾ ഗെയിമിങ്ങിൻ്റെ വണ്ടിയുടെ ലുക്ക് ആക്കാം. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ഒരു ലെമൺ എന്ന പേരിലാണ് വണ്ടി ഇട്ടിരുന്നത്. അതിൻ്റെ ഫോട്ടോ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കൊടുത്തേക്കും. അപ്പോൾ അതൊന്ന് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ വണ്ടി എന്ന് വെച്ചാൽ ഇതാണ് ഏതാണ് BMW 320i എങ്ങാണ്ടിയാണ് ഇത് ഗൈസ്. അപ്പോൾ നമുക്ക് വർക്കിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് കളർ ഒന്ന് ചേഞ്ച് ചെയ്യണം. കണ്ടോ, അതിന് ലോഗോ അടിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. ലോഗോ അടിച്ച കിടിലോണാ. ഇനി ലോഗോയുടെ വീഡിയോ എങ്ങനെ വേണം, ലോഗോ അടിക്കണം. അപ്പോൾ അതും കൂടെ ഞാൻ വീഡിയോ വേണമെങ്കിൽ ഇടാം, നിങ്ങൾ പറഞ്ഞാൽ. അപ്പോൾ നമുക്കിനി തുടങ്ങാം. നമുക്കിനി കളർ ആദ്യം സെലക്ട് ചെയ്യണം. ജസ്റ്റ് ഗൈസ് ഈ കളർ തന്നെ, ഈ കളർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കളറൊക്കെ സെറ്റ് ചെയ്യണം. പിന്നെ നമ്മളെ ഫ്രണ്ട് വശം എന്ന് വെച്ചാൽ നമ്മൾ ഈ കളർ നമ്മൾ റിഫ്ലക്ഷൻ ഒന്ന് സെറ്റ് ചെയ്തതാണ്. ഒന്ന് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കിടിലായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കളർ ഷെയ്ഡും കൂടെ ഒന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്യാം. ഏകദേശം ഈ ഒരു കളറാണ് ഈഗിൾ ഗെയിമിൻ്റെ വണ്ടി. ഫ്രണ്ട് എന്തായാലും നമ്മൾ ബ്ലാക്ക് റാപ്പിംഗ് ആണ്, അതാണ് വണ്ടി അട്രാക്റ്റീവ് ലുക്ക്. പിന്നെ നമ്മൾ റൂഫും കൂടെ ചെയ്യണം ബ്ലാക്ക്. ഗൈസ് കുറച്ച് കളറൊന്ന് മാറ്റി കളിക്കണം. ഇതെങ്ങനെ ഉണ്ടെന്ന് പറയണേ, നിങ്ങൾ കമൻറ്റ് ചെയ്യണേ ഈ കളർ എങ്ങനെ ഉണ്ടെന്ന്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ കളർ. പക്ഷേ ഇതാണ് ഈ കളറെന്ന് നമ്മൾ ഈഗിൾ ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് കളർ ഇതാണ്. ഈ സെയിം സാധനം റിഫ്ലക്ഷൻ എന്തായാലും അത് കറക്റ്റ് ആവണില്ല, അതാണ് പിന്നെ ഇതാവാത്ത പ്രശ്നം. അതാണ് എങ്കിൽ അതോടെ ആയിരുന്നേ കിടില്ല അതിനെ വണ്ടി. പിന്നെ നമുക്ക് അലോയ് ചേഞ്ച് ചെയ്യണം ഗൈസ്. അലോയ് അതുപോലത്തെ അലോയ് ഇല്ല എന്തായാലും സാമ്യമുള്ളത് കോയിനിലും ഇല്ല. ഞാൻ എന്തായാലും നേരത്തെ നോക്കി, പക്ഷേ അതിലൊന്നും ഇല്ല. ഇതും ചേരണില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ ഫേവറത്തെ ലിസ്റ്റ് കുറച്ച് ഇട്ടിട്ടുണ്ട്. എന്തായാലും നോക്കി. ഇത് പക്ഷേ കൊള്ളാമല്ലേ ഈ അലോയ് അത്യാവശ്യം. ഈ ഇല എത്ര ഇതില്ല കേട്ടോ. നമുക്ക് എന്തായാലും ഇതൊക്കെ അത്രയും കോയിനാണ്, ഇതൊക്കെ എടുക്കണം. അപ്പോൾ നമുക്ക് അന്നേരം ഫേവറത്തെ ലിസ്റ്റിൽ നിന്ന് ഇത് തന്നെ എടുക്കാം. ഇതേനിടെ ഇത് രക്ഷയുള്ളൂ, വേറെ അലോയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മൾ ആ അലോയ് എന്ന് പറഞ്ഞത് സെറ്റാണ്. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ഇനി വേറെ അങ്ങനെ ഇതിലൊന്നും ചെയ്യാനില്ല. ബാക്ക് ടൈലാകുമ്പോൾ എന്തായാലും മാറ്റത്തില്ല. അപ്പം അത് നമ്മളിനി അതും കൂടെ കൊണ്ട് തന്നെ സെറ്റാണ്. ഇതിന് പുറകു വശത്ത് നമുക്ക് ഈഗിൾ എന്ന് വയ്ക്കാം. ഈഗിൾ എന്നില്ല, ഞാൻ ഇതൊന്ന് മാറ്റിയിടട്ടെ. വലിയ അക്ഷരമായിട്ട് ഗൈസ് ഇതാണ് ഈ ഫോർമാറ്റാണ്. അതായത് ഈ ഫോണ്ടാണ് നമ്മളിത് കൊടുക്കാനുള്ളത്. അതായത് ചൈനീസ് പോലെ കൊടുത്താണ്. അതെനിക്ക് ബോയിൽഡ് ചെയ്യണം എങ്കിലേ ഇത് കറക്റ്റ് ആവുള്ളൂ. പക്ഷേ ഇത് പൊളിയാണ് കേട്ടോ. ഇത് കുറച്ച് സെൻറ്ററാക്കി വയ്ക്കും. പക്ഷേ ഇത് കെടുവാണ് ഗൈസ്. ഇങ്ങനെ ഇത് 3D പോലെയാണ് ഇരിക്കണത് ഇത്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് മിക്കുള്ളത് അടിക്കുമ്പോഴും ചൈനീസാണ് ഫുള്ള് വരണം. അതാണ് പിന്നെ ഞാൻ ഇതങ്ങനെ എൻ്റെ ഒരു വണ്ടിയിൽ വയ്ക്കാത്ത. ചില വണ്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ എടുത്ത് മാറ്റി. ഇനി ഉടഞ്ഞ ഒരെണ്ണത്തിൽ വരും. ഇത് കിണ്ണം കാച്ചി വർക്ക് ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഇത് അതിന് തുടങ്ങണം. ഇനി വണ്ടി ഉണ്ടോ സെറ്റ്. ഇനി അടുത്ത് നമുക്ക് ഗെയിമിംഗ് കൂടെ വയ്ക്കാം. ഗെയിമിംഗ് കൂടെ വെച്ചാൽ സെറ്റ് ആവുള്ളൂ ഗൈസ്. ഇനി അടുത്തതിന് വേറെ വർക്കെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. നമുക്കിനി മിററിൻ്റെ സൈഡിൽ നിന്ന് സെറ്റ് ചെയ്യണം. ബാക്ക് കുറച്ച് സെൻറ്റർ ആവാണ്ട് കേട്ടോ. കുറച്ചും കൂടെ സെൻറ്റർ ആവണമെങ്കിൽ കിടിലാവുള്ളൂ. കുറച്ച് സെറ്റായി. ഇനി നമുക്ക് ഈഗിൾ ഗെയിമിംഗ് എന്ന് കൊടുക്കും. ഗെയിമിംഗ് കൂടെ വെച്ച വണ്ടി അത്യാവശ്യം സെറ്റ് ചെയ്യും. ഇത് വലിയ ഇതിലാണ് വേണ്ടത്, അതായത് വലിയ അക്ഷരമാണ് വേണ്ട. ഫുള്ള് വലിയ അക്ഷരമെങ്കിലേ വണ്ടിക്ക് എടുക്കുകയുള്ളൂ. വലിയ അക്ഷരം നോക്കണം. ഗൈസ് കിട്ടി. വലിയ അക്ഷരം കിട്ടി. അത് കുറച്ച് ഇത്തിരി ചെറുതാക്കിയിട്ട് സൈഡിലോട്ടാക്കി വെക്കണം ഗൈസ്. ഗൈസ് ഇതാണ് കറക്റ്റ്. ഇതാണ് എൻ്റെ അടിവശത്ത് കൊണ്ട് വെച്ചാൽ മതി. ഇനി അടുത്തതെന്ന് വെച്ചാൽ നമുക്ക് ലോഗോ സെറ്റ് ചെയ്യണം, അതായത് യൂട്യൂബിൻ്റെ ലോഗോ. ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതിന് ലോഗോ, അതായത് യൂട്യൂബിൻ്റെ ലോഗോ അവിടെ സെറ്റ് ചെയ്യണം. യൂട്യൂബിൻ്റെ ലോഗോ ചെയ്യാൻ വേണ്ടി നമുക്ക് അതേ ഡിസൈനുള്ളതില്ല എങ്കിൽ അത് മതി. എന്നാൽ ഇതേ ഉള്ളൂ ഈ സ്ക്വയർ ഷേപ്പ്, അതേ ഉള്ളൂ. അതുകൊണ്ട് അതിട്ട് തന്നെ ചെയ്യാം. നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം പറ്റുമെന്തോ. ഗൈസ് ഇതുകൊണ്ട് പറ്റണില്ല, ഇതെന്തായാലും പറ്റില്ല. ഈ ഷേപ്പ് ആയതുകൊണ്ട് പിന്നെ അതുപോലെ വരില്ലല്ലോ. ഇത് വെച്ച് വേറെ ഏതെങ്കിലും കാർട്ടൂൺ ക്യാരക്ടറിൻ്റെ സെറ്റ് ചെയ്യാൻ കൊള്ളാം. എന്നാലും സ്ക്വയർ കുറച്ച് സ്മാളാക്കണം. ചെറുതാക്കിയതല്ല. ഇത് ഒരുപാട് ചെറുതായി പോയി ഗൈസ്. കുറച്ചുകൂടെ ഗൈസ്. ഇത്രയും ചെറുതാവണ്ട, ഇത്രയും വേണ്ട, കുറച്ചും കൂടെ വലുതാക്കണം. കുറച്ചും കൂടെ സെറ്റാക്കും. ഗൈസ് സെറ്റായി. ഇത് മതി. ഇത് വെച്ചിട്ട് ഇതിൻ്റെ അകത്തിന് നമ്മൾ ആ ട്രയാങ്കിളില്ലേ അത് റെഡ് വയ്ക്കണം. അപ്പോൾ കറക്റ്റ് അതേ സെയിം സാധനമാവും. അതും കൂടെ സെറ്റ് ചെയ്തിട്ട് കാണാം. ഇനി നമ്മൾ അതൊക്കെ സെറ്റ് ചെയ്ത് വണ്ടി ഫുള്ള് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്പർ പ്ലേറ്റും കൂടെ അടിക്കാം. നമ്പർ പ്ലേറ്റും കൂടെ സെറ്റ് ചെയ്യണം. നമ്പർ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത നൈം അടിച്ചാൽ മതി. ഫ്രണ്ടിൽ ഈഗിൾ ഗെയിമിംഗ് എന്ന് പറഞ്ഞ് നൈം അടിച്ച് നമ്പർ പ്ലേറ്റ് കൂടെ സെറ്റ് ചെയ്യണം. എന്നിട്ടേ വണ്ടി സെറ്റ് ആവുള്ളൂ. ഞാൻ അടുത്ത ഇനി ഇത് ഈ കിടന്നാക്കി ഇനി ഇന്ത്യയിലാവാനാണ് ഗൈസ്.
ഗൈസ് മാറ്റിയിട്ടുണ്ട്. ഇത് ഇനി ബ്ലാക്ക് ആക്കണം, അതായത് റൂഫ് ബ്ലാക്ക് ആക്കണം. ഇനി അടുത്തതെന്ന് വെച്ചാൽ റൂഫ് ബ്ലാക്ക് ആക്കണം. റൂഫിനി അടുത്ത നമ്മൾ ഇതെടുക്കണം, അതായത് ഈ റാപ്പിങ്ങിൻ്റെ ഇതെടുത്തിട്ട് ഫുള്ള് ഇതാക്കണം. അയ്യോ കളർ മാറ്റിയില്ല, ബ്ലാക്ക് ആക്കണം. നോക്കണ്ട ഗൈസ്, ഇതാണ് നമ്മൾ ആ റൂഫിൻ്റെ കളർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ റിഫ്ലക്ഷൻ ഇത് വരണുള്ളൂ, അതാക്കിയാൽ ഒരു കളർ ഇത് കറക്റ്റ് ആവും, അല്ലെങ്കിൽ ലൈറ്റ് കളറായിട്ട് ഇരിക്കും. ഇനി അടുത്ത സൈഡിലത്തെ, പക്ഷെ അത് അവിടെ വെച്ചാൽ താഴെ ഇതാവും. താഴെ വെച്ചാൽ കിടന്നായിരിക്കില്ലേ, താഴെ വെച്ചാൽ പൊളിയായിരിക്കും. താഴെ കൊള്ളാമല്ലേ? നമുക്കതൊരു മഞ്ഞ ഷെയ്ഡാക്കിയാലോ? ഇത് ഞാൻ എൻ്റെ എക്സ്ട്രാ ഇത് ചെയ്യണതാണ്, കുറച്ചും കൂടെ ലുക്ക് വരാൻ വേണ്ടി. അപ്പോൾ യെല്ലോ ഷെയ്ഡാണ് വേണ്ടത്. യെല്ലോ ഉണ്ടെങ്കിലേ കറക്റ്റ് ആവുള്ളൂ ഗൈസ്. യെല്ലോ ഇത് മതി, ഇത് മതി. ഇതാകുമ്പോൾ ഇൻഡിക്കേറ്റർ പോലെ ഇരിക്കും ഗൈസ്. സെറ്റാണ്. ഇനി അടുത്ത നമ്പർ പ്ലേറ്റ് ഇനി അടുത്ത സെറ്റ് ചെയ്യാം. പറ്റിനി ഫ്രണ്ടിലും അത്രേ ഉള്ളൂ അതിന്. ഇനി ഇതിൽ നമുക്ക് ബാക്കിലും കൂടെ ചെയ്യാം. ബാക്കിലും ഫ്രണ്ടിലും കൂടെ ഈഗിൾ ഗെയിമിംഗ് എന്ന് വയ്ക്കാം. കണ്ട ഗൈസ്, നിങ്ങൾ കണ്ടോ അതിൻ്റെ ചുറ്റിലും ഒരു യെല്ലോ ഷെയ്ഡ് വന്നത് കണ്ട? ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആക്കണം. എന്നിട്ട് ഇനി അടുത്തതെന്ന് വെച്ചാൽ ഇനി ഈഗിൾ എന്ന് വയ്ക്കണം ഗൈസ്. ഗെയിമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിന് വലുതാക്കണമല്ലോ. ഗൈസ് വലുതാക്കി അത് സെറ്റായി. അതിൻ്റെ സൈഡിലോട്ട് എടുത്ത് വയ്ക്കാം. അടുത്തതെന്ന് വെച്ചാൽ നമുക്ക് ഈഗിൾ എന്ന് വെക്കണം. ഈഗിൾ എന്ന് അടുത്ത ടൈപ്പ് ചെയ്യാം ഗൈസ്. ഈഗിൾ നമുക്ക് വലിയ ഇത് വേണ്ട, അതായത് വലിയ ലെറ്റർ വേണം. അപ്പോൾ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ ലെറ്റർ കുറച്ച് ഇത്തിരി സൈസ് വലുതാക്കിയാലേ ഇത് സെറ്റ് ആവുള്ളൂ നമുക്ക്. ഇനി വലിയ അതും കൂടെ വെച്ചിട്ട് ഇനി അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബിൻ്റെ ലോഗോ സ്ക്വയറിലുണ്ട്, പിന്നെ അതിട്ടല്ലേ ചെയ്യത്തുള്ളൂ. മറ്റേതാണെങ്കിൽ കുറച്ചുകൂടെ കിരിക്കാനെ മറ്റേത് വന്നിരുന്നെങ്കിൽ. ഇതത്ര പോരാ, പക്ഷേ ഇതത്ര അതിൻ്റെ ഒരു ഇത് വന്നില്ല യൂട്യൂബിൻ്റെ. ഇത് സൈഡിൽ വെച്ചാൽ വണ്ടീൻ്റെ ഫുള്ള് വർക്ക് സെറ്റായി ഗേസ്. പിന്നെ വണ്ടിക്ക് വേറെ വർക്കൊന്നുമില്ല, ഇതും കൂടെ വച്ചിട്ട് നോക്കിയിട്ട് കാണാം. தூக்குறப்பார் மேல பார்த்தா என்ன காணும், என் கண்ணு பார்த்தா மரணம் காணும். நான் தான்